സാധിക്കുകയുള്ളൂ, നമ്മുടെ മരണം ആഘോഷകരമായി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ആഘോഷകരമാക്കി മാറ്റണമെങ്കിൽ, നമ്മുടെ മരണം ആഘോഷകരമാക്കി മാറ്റണമെങ്കിൽ, നമ്മുടെ പ്രതിസന്ധികൾ, ദുഃഖങ്ങളൊക്കെ ആഘോഷകരമായി മാറ്റണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കൂടെ കൂട്ടി യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയാണ് ഗീവർഗീസ് സഹദായുടെ ജീവിതം നമുക്ക് വലിയ മാർഗദർശകമായി തീരുന്നത്. ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഗീവർഗീസ് സഹദായുടെ ജീവിതം ഒന്ന് ആലോചിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. നമുക്കറിയാം, സ്വന്തം മരണം ഇങ്ങനെ ആഘോഷമാക്കി മാറ്റി തീർത്ത മറ്റൊരു സഹദ, എല്ലാ സഹദാമാരും ഉണ്ടെങ്കിലും ഇത്രമാത്രം മരണം ആഘോഷമാക്കി മാറ്റിയ ഒരു സഹദയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിൽ കന്യകമറിയാമിന്റെ ദേവാലയങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ മരണം ആഘോഷമാക്കി മാറ്റി തീർത്ത ആളാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദ. പ്രിയമുള്ളവരെ, ഗീവർഗീസ് സഹദായുടെ ചരിത്രം നമുക്ക് നോക്കാം. ബിന്യാസ് എന്ന് പറയുന്ന ഒരു ബാലൻ, ബിന്യാസ് എന്ന് പറയുന്ന ബാലൻ, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചുപോയി. ചെറുപ്പത്തിൽ മരിച്ചുപോയ ബിന്യാസ് തന്റെ അമ്മയുടെ ശിക്ഷണത്തിൽ തന്റെ അമ്മ അവനെ വളരെ മിടുക്കനായി വളർത്തിയെടുക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് വളരെ തീക്ഷ്ണത, അവന്റെ വിശ്വാസത്തിൽ, അവന്റെ മതത്തിൽ വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് അവൻ വളർന്നത്. വളരെ ബുദ്ധി കൊണ്ട്, സാമർഥ്യം കൊണ്ട്, ആയുധ കലകളിലൊക്കെ ഒന്നാമനായി തീർന്നവനാണ് ഈ ബിന്യാസ് എന്ന് പറയുന്നത്. ഈ ബിന്യാസിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സാമർഥ്യമായി, വളരെ ബുദ്ധിപരമായി അവൻ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബാലനായിരുന്നു ബിന്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ യുവത്വത്തിലേക്ക് കടന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടത്തലവനായി മാറി എന്നുള്ളതാണ്. അവനൊരു പടയാളിയായിരുന്നു. പിന്നീട് ആ പടയുടെ തലവനായി അവൻ മാറി. ഈ ബിന്യാസാണ് പിന്നീട് ഗീവർഗീസായിട്ട് മാറുന്നത്. ദിദിയാനോസ് ചക്രവർത്തി അവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായിട്ട് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദിദിയാനോസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയം ഈ ദിദിയാനോസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു. ക്രിസ്ത്യാനികൾ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ ദിദിയാനോസ് ചക്രവർത്തി എന്ത് ചെയ്തെന്നറിയാമോ? ക്രിസ്ത്യാനികളെ എല്ലാം കൂട്ടമായി പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ചെവി അറുത്തു മാറ്റുക, അവരുടെ കണ്ണ് പുറത്തെടുക്കുക, അവരെ കൊന്നുകളയുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. ഗീവർഗീസ് സഹദ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട പയ്യൻ ഇങ്ങനെ ചെന്നിട്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ അലിവ്. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും അവിടെ കരയുന്നില്ല, ഒരു ക്രിസ്ത്യാനിയും എന്നെ കൊല്ലരുതെന്ന് പറയുന്നില്ല, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നില്ല. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിന് വേണ്ടി മരണം ഏറ്റുവാങ്ങുന്ന വലിയ ഒരു കാഴ്ച